الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ചതിൽ വെച്ച് ഏറ്റവും മുഖ്യമായ ഗൗരവമുള്ള കൽപ്പന തൗഹീദിനെ സംബന്ധിച്ചുള്ള കൽപ്പനയാണ്. അള്ളാഹു നിരോധിച്ചതിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള നിരോധനം ശിർക്കിനെ നിരോധിച്ചതാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ സംബന്ധിച്ചും ശിർക്കിനെ സംബന്ധിച്ചും നാം ഓരോരുത്തരും പൂർണ്ണമായ രീതിയിൽ അറിവുള്ളവരായി തീരണം, അറിഞ്ഞിരിക്കണം. നമ്മൾ പലപ്പോഴായി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നതിനിടയിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് തൗഹീദാണ് എന്നാണ്. തൗഹീദ് എന്നാൽ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് ഷിർക്ക്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. ഷിർക്കിനെ നിർവചിച്ചുകൊണ്ട് ഇമാം അബുൽ മുളഫർ അസ്സമാനി അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി മദ്ഹബുകാരനായ ഇമാം അബുൽ മുളഫർ അസ്സമാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീരിൽ എന്താണ് ഷിർക്ക് എന്ന് വിശദീകരിച്ചിട്ട് എഴുതി, അൻ തുജ്മഅ അൻ യുജ്മഅ മഅല്ലാഹി ഗൈറുല്ലാഹ് ഫീമാ ലാ യജൂസു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവോടൊപ്പം ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. നമ്മൾ പലപ്പോഴായി വിശദീകരിച്ച മറ്റൊരു വിഷയമാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത്.
എല്ലാ ആഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും നടന്നു വരുന്ന തൗഹീദിന്റെ ക്ലാസ്സിൽ നമ്മളത് സവിസ്തരം വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ 3 എണ്ണാണ്. 1 ഉലൂഹിയ്യത്ത്, 2 റുബൂബിയ്യത്ത്, 3 അൽ അസ്മാ വസിഫാത്ത്. ഈ 3 കാര്യങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാ വസിഫാത്ത്. ഈ 3 ഒരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തുമ്പോഴാണ് ഒരാൾ മുശ്രിക്കായി തീരുന്നത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് റുബൂബിയ്യത്ത്. റബ്ബ് അള്ളാഹു മാത്രമാണ്. സൃഷ്ടിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഉപജീവനം നൽകുന്നവൻ, ഉടമപ്പെടുത്തുന്നവൻ, ഇതെല്ലാം അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുക. തൗഹീദുൽ ഉലൂഹിയ്യ എന്നാൽ അടിമകൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമാക്കുന്നതിനാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുക. ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ്. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നാൽ അള്ളാഹുവിന് നാമങ്ങൾ, പേരുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പേരുകളിലും വിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയുക. അപ്പോൾ റുബൂബിയത്തിലോ ഉലൂഹിയത്തിലോ അസ്മാ വസിഫാത്തിലോ അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് വിശ്വസിക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തവനായി. ശിർക്ക് ഗുരുതരമായ പാപമാണ്, മഹാപാതകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ശിർക ലദുൽമുൻ അലീം. ശിർക്ക് മഹാപാപമാണ്, അലീമായ ദമ്പാണ്. ശിർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാപങ്ങളെ അപേക്ഷിച്ച് ഒരിക്കലും സഹിക്കാനാകാത്ത, ഉൾക്കൊള്ളാനാകാത്ത ഒരു പാപമാണ്. അള്ളാഹുവിന് ഒരു പങ്കാളിയുണ്ട് എന്ന് പറയുക എന്നത്. സമൂഹത്തിൽ ശിർക്ക് വ്യാപിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ റസൂലായിട്ട് സമൂഹത്തിലേക്ക് വന്നത് തൗഹീദ് പഠിപ്പിക്കാനാണ്, ശിർക്കിനെ വിലക്കാനാണ്. നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയാനാണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനാണ്. തൗഹീദിനെ കൽപ്പിക്കാനും ശിർക്കിനെ നിരോധിക്കാനുമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അല്ലാത്ത അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നൽകപ്പെട്ടത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ശിർക്കിനെ നിർവചിച്ചപ്പോൾ എഴുതിയത് അൻയുഅബദ മഅല്ലാഹി ഗൈറു. അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിനാണ്, അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകപ്പെടുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ്. നാളെ പരലോകത്ത് മക്കയിലെ അള്ളാഹുവിന് ശിർക്ക് ചെയ്ത മുശ്രിക്കുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അവർ നരകത്തിന്റെ അവകാശികളാണ്. ആ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ വിലപിക്കുന്ന ഒരു രംഗം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ശിർക്കിന്റെ അഹ്ലുകാരായത് എന്നുള്ളത്. തല്ലാഹി ഇൻ കുന്ന ലഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവാണ്, നാം വ്യക്തമായ വഴികേടിലായിരുന്നു. ഇത് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. നിങ്ങളെ നമ്മൾ റബ്ബുൽ ആലമീനോട് സമപ്പെടുത്തിയ സന്ദർഭത്തിൽ എന്ന്. മുശ്രിക്കുകൾ അവർ ആരെയാണോ ആരാധിച്ചത് അവരോട് പറയുന്നത് അല്ല പറയാൻ, നമ്മൾ നിങ്ങളെ ഈ ആരാധ്യന്മാരായി കണ്ടവരെ റബ്ബുൽ ആലമീനോട് സമപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ വ്യക്തമായ വഴികേടിലായത് എന്ന്. ഇതിനെ വിശദീകരിച്ചിട്ട് മുഫസ്സിർ എഴുതിയത്, എന്തിലാണ് റബ്ബുൽ ആലമീനോട് ഇവർ സമപ്പെടുത്തിയത്? ഫിൽ ഇബാദ, ഇബാദത്തിലാണ്. അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകി.
ദുആ ഇബാദത്താണ്, ഇസ്തിഗാസ ഇബാദത്താണ്, തവക്കുൽ ഇബാദത്താണ്, നേർച്ച ഇബാദത്താണ്, സത്യം ചെയ്യൽ ഇബാദത്താണ്, ഖുർആൻ പാരായണം ചെയ്യൽ, തവാഫ് ചെയ്യൽ, നിസ്കരിക്കൽ, ഇതൊക്കെ ഇബാദത്തുകളാണ്. ഈ വക കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ്. അൽ ഇബാദത്തു ഹഖ്കുൻ സിർഫുൻ മഹ്ദുൻ ലില്ലാഹ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട, അള്ളാന്റെ മാത്രം തനിച്ച അവകാശമാണ് ഇബാദത്ത്. അത് ലാ തുസ്റഫു ലി അഹദ്, ലാ ലി മലക്കിൻ മുഖറബ് വലാ ലി നബിയ്യിൻ മുർസൽ വലാ ലി റജുലിൻ സാലിഹ്. ആ ഇബാദത്തിന്റെ ഒരു അംശം അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ സാമീപ്യമുള്ള മലക്കിന് പോകാൻ പാടില്ല, അള്ളാഹു നിയോഗിച്ചയച്ച നബിമാർക്ക് പോകാൻ പാടില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സാലിഹായി സ്വീകരിക്കപ്പെട്ട വ്യക്തികൾക്കും പോകാൻ പാടില്ല. ഇബാദത്തായിട്ട് എന്തുണ്ടോ അതിന്റെ അവകാശി അള്ളാഹ് മാത്രമാണ്. ഏതെങ്കിലും ഒരു അമല് അത് ഇബാദത്താണ് എങ്കിൽ അത് ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഷിർക്ക് അടിസ്ഥാനപരമായും രണ്ടെണ്ണമാണ്. ഒന്ന് ഷിർക്കുൻ അക്ബർ, രണ്ട് ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ വലിയ ഷിർക്ക്. വലിയ ഷിർക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും, അവൻ കാഫിറാണ്, അവൻ മുശ്രിക്കാണ്. ചെറിയ ഷിർക്ക് രണ്ടാമത്തേത് ഷിർക്കുൻ അസ്ഗർ. ചെറിയ ഷിർക്ക് വൻ പാപമാണ്, ഗുരുതരമായ പാപമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയില്ല. ഇസ്ലാമിൽ നിന്നും പുറത്താക്കുകയില്ല എങ്കിലും ഗുരുതരമായ വൻപാപങ്ങളിൽപ്പെട്ടതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നാളെ പരലോകത്ത് അവനക്ക് മാപ്പുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ, ചെറിയ ശിർക്ക് ചെയ്തവന് മാപ്പുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് മറ്റു പാപങ്ങളെ പോലെ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാപ്പാക്കിയേക്കാം. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് ഇല്ല, ശിർക്കിന് മാപ്പില്ല, അതുകൊണ്ട് അതിന്റെ ശിക്ഷ അവൻ എന്തായാലും കിട്ടും എന്നിങ്ങനെ രണ്ടഭിപ്രായം പണ്ഡിതന്മാരെ പറഞ്ഞതായി കാണാം. ഷിർക്കുൻ അക്ബർ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പാപമാണ്. ഷിർക്കുൻ അക്ബർ ചെയ്തവൻ കാഫിറാണ്. അടിസ്ഥാനപരമായും ഷിർക്കുൻ അക്ബർ 4 എണ്ണമാണ്, 4 വിഭാഗമാണ്. ഒന്ന് ഷിർക്കുൻ ഫി ദുആ, തേട്ടത്തിലുള്ള ഷിർക്ക്, വിളിയിലുള്ള ഷിർക്ക്. ദുആ എന്ന് പറഞ്ഞാൽ വിളി, ദആ യദഉ ദുആൻ, വിളിക്കുക എന്നാണ് അർത്ഥം. ഷിർക്കുൻ ഫി ദുആ, വിളിയിലുള്ള ഷിർക്ക്. ആരെയാണ് നമ്മൾ വിളിക്കേണ്ടത്? അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ വിളിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അസന്നിഗ്ധമായി ഖുർആനിൽ പലയിടങ്ങളിലായി സമർത്ഥിച്ചിട്ടുണ്ട്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും വിളിക്കരുത്. വലാ തദ്ഉ, ദആ യദ്ഉ ദുആൻ, വിളിക്കുക. ഉദ്ഉ, വിളിക്കുക എന്നർത്ഥം, ക്ഷണിക്കുക. ദആ യദ്ഉ ദുആ എന്ന് പറഞ്ഞാൽ വിളിക്കുക, ദആ യദ്ഉ ദഅവത എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക. നമ്മളൊക്കെ പറയണ്ടല്ലോ, നമ്മളെ പ്രത്യേകിച്ച് മംഗലാപുരക്കാർ പറയുന്നൊരു വേർഡാണ്, ഒരു ദഅവത്തുണ്ട്, ഒരു ക്ഷണമുണ്ട്, ഒരു വിളിയുണ്ട്. നാട്ടുഭാഷയാണ് മംഗലാപുരക്കാരുടെ. ഒരു ദഅവത്തുണ്ട്, വിളിയുണ്ട്, ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതാണ് ദഅഅതുന്റെ അർത്ഥം. അല്ലാഹു പറഞ്ഞു ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ വേറെ ആരെയും വിളിക്കാൻ പാടില്ല. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അല്ലാഹ് പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. നബി അങ്ങ് പറയണം, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കുകയുള്ളൂ, അവനെ വിളിക്കുന്ന വിഷയത്തിൽ അവനോട് മറ്റൊരാളെ പങ്കാക്കുകയില്ല, ശിർക്ക് വെക്കുകയില്ല. ദുആ അത് അള്ളാഹുവിനോട് മാത്രമാകണം. അള്ളാഹുവിനോടാണ് നാം നമ്മുടെ കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടത്. അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരു വിളി ശിർക്കാകുക, അള്ളാഹു അല്ലാത്തവരെ വിളിക്കുമ്പോൾ ആ വിളി ശിർക്കാകുക മൂന്നാലൊരു കാര്യത്തിലാണ്. നമ്മൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ മകനെ വിളിക്കാറുണ്ട്, മകളെ വിളിക്കാറുണ്ട്,
ഉപ്പാനെ വിളിക്കാറുണ്ട്, ഉമ്മാനെ വിളിക്കാറുണ്ട്, വിദ്യാർത്ഥികളെ വിളിക്കാറുണ്ട്, സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ വിളിയെല്ലാം ശിർക്കാണോ? അല്ല. ഒരു വിളി ശിർക്കാകുക മൂന്നാലൊരു കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോഴാണ്. മൂന്നാലൊരു വിളി ശിർക്കാണെന്ന വിഷയത്തിൽ സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഇജ്മാഅാണ്, ഏകാഭിപ്രായക്കാരാണ്. ഒന്ന്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ. ശിർക്കായ ദുആ ഒന്നെന്താണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ. രോഗം മാറ്റണേ, അള്ളാഹു അല്ലാത്തവരോട് രോഗം മാറ്റണേ എന്ന് വിളിച്ചാൽ, തേടിയാൽ അവൻ വലിയ ശിർക്ക് ചെയ്തവനാണ്. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ, സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, മഴ വർഷിപ്പിക്കണേ, മക്കളെ തരണേ, കച്ചവടത്തിൽ ലാഭം തരണേ പോലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മുടെ നാടുകളിലുള്ള സമസ്തക്കാർ, APK വിഭാഗക്കാർ, അവർ ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നവരാ. CM മടവൂരിനെ വിളിച്ച് മമ്പുറം തങ്ങളെ, മുനമ്പത്ത് ബീവിയെ, 3 പെറ്റുമ്മാനെ, വേങ്ങര കോയപ്പാപ്പാനെ, ഓച്ചിറ ഉപ്പാപ്പാനെ, മടവൂർ തങ്ങളെ, അതേപോലെ തന്നെ ഉള്ളാളം തങ്ങളെ പോലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ഈ വക കാര്യങ്ങൾ ചോദിക്കുന്നവരാ. അവർ ചെയ്യുന്നത് വലിയ ശിർക്കാണ്. കാരണം ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. പാപം പുറത്തേർത്ത അള്ളാഹു മാത്രമാണ്. അള്ളാഹു വെച്ചാണ്, അള്ളാഹു അല്ലാതെ വേറെ ആരാണ് പാപം പുറത്തേരുക? എന്നാൽ ഇവര് പറയും, തങ്ങളെ പാപം പുറത്തേരണേ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പാപം പുറത്തേരുന്നു, മഴയെ തരണേ, മക്കളെ തരണേ, പ്രശ്നങ്ങൾ പരിഹരിക്കണേ, രോഗങ്ങൾ മാറ്റണേ, ജോലിയിൽ അഭിവൃദ്ധി തരണേ. മരിച്ചുപോയവരുടെ കബറുകളെ ദർഗകളാക്കി കെട്ടിപ്പൊക്കി ആ കബറുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, തേടുന്നു. ഈ തേട്ടം വലിയ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഇവർ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു. എന്നാൽ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ്. ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉപ്പാനോട് ചോദിക്കുകയാണ്, ഉപ്പ എൻ്റെ രോഗം മാറ്റണേ, എൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കണേ, എനിക്ക് മക്കളെ തരണേ പോലുള്ള അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജീവിക്കുന്നവരോട് ചോദിച്ചാലും ശിർക്ക് തന്നെയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയവരോട് ചോദിക്കല. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ആ കാര്യം ഒരിക്കലും കഴിയാത്ത മരിച്ചവരോട് ചോദിക്കാണ്, അവിടെ കബറുകളെ ദർഗകളാക്കിയിട്ട്. രണ്ടാമത്തെ ശിർക്ക്, ഈ അള്ളാഹു സുബ്ഹാനഹു ഖുർആനിൽ ഈ ഒരു വിഷയം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ ശിർക്കായ തേട്ടമാണ്. രണ്ടാമത്തെ ശിർക്കായ തേട്ടം മരിച്ചവരോട് എന്ത് ചോദിക്കലും. മരിച്ചവരോട് എന്ത് ചോദിക്കലും ശിർക്കായ തേട്ടമാണ്. മരിച്ചവരോട് ഒന്നും ചോദിക്കാൻ പാടില്ല. മരിച്ചവരോട് എന്ത് ചോദിച്ചാലും, അത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാലും ശിർക്കാണ്, മനുഷ്യന്മാർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കഴിയുന്ന കാര്യങ്ങൾ ചോദിച്ചാലും ശിർക്കാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചോദിച്ചാൽ അനുവദനീയമാകുന്ന ഒരു കാര്യം മരിച്ചതിന് ശേഷം അയാളോട് ചോദിച്ചാൽ അവൻ ചെയ്തത് വലിയ ശിർക്കാണ്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾ ഒരു ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ നമ്മുടെ വീടിന്റെ ആധാരം എവിടെ? ശിർക്കല്ല. എന്നാൽ മരിച്ചു കിടക്കുന്ന ഉപ്പാനോട്, ഉപ്പ വീടിന്റെ ആധാരം എവിടെ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ്. മരിച്ചവരോട് എന്ത് ചോദിക്കലും ശിർക്കാണ്, വലിയ ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മരിച്ചവരോട് ഒന്നും ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലു ഇല്ലാ മിൻ സലാസ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും നിശ്ചലമാകും, പിന്നെ അവൻ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളോട് ചോദിക്കുക എന്നുള്ളത് അവന് കഴിയുമെന്ന് വിശ്വസിക്കലാണ്. ആ കഴിയുമെന്ന് വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ കൈകടത്തലാണ്. ഉദാഹരണത്തിന്, മരിച്ച ഒരാളോട് എൻ്റെ പ്രശ്നം പരിഹരിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ ഇവന്റെ പ്രശ്നം അറിയുമെന്ന് വിശ്വസിക്കലായി. ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചു. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുമെന്ന് വിശ്വസിച്ചു. ഞാൻ സംസാരിച്ചാൽ എൻ്റെ സംസാരം അറിയാമെന്ന് വിശ്വസിച്ചു. ഇതൊക്കെ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ. ഗൈബ് അറിയുക, നമ്മുടെ പ്രശ്നങ്ങൾ അറിയുക. അപ്പോൾ ഇവനെന്തോ ഒരു സിദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കലായി മാറും. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ കൈകടത്തലാണ്. അത് ശിർക്കാണ്, അത് പാടില്ലാത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തതിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് അംവാതുൻ ഗൈറു അഹിയാ, അവർ മരിച്ചവരാണ്, ജീവനില്ലാത്തവരാണ് എന്നാണ് ഒരു കാരണമായി അള്ളാഹ് പറഞ്ഞത്. മരിച്ചവരോട് എന്ത് ചോദിക്കലും ശിർക്കാണ്.
പാടില്ലാത്തതാണ്. മൂന്നാമത്തത് ഗായിബിനോട്, മറഞ്ഞ വ്യക്തിയോട് എന്ത് തേടലും ശിർക്കാണ്. ഒരു വിളി ശിർക്കാകുന്ന മൂന്നാമത്തെ കാര്യം, മറഞ്ഞ വ്യക്തിയോട് എന്ത് ചോദിക്കലും ശിർക്കാണ്. എന്തുകൊണ്ടാണ് മറഞ്ഞവനോട് എന്ത് ചോദിക്കലും ശിർക്കായത്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിശേഷണങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കലാവും. എൻ്റെ വിളി എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എൻ്റെ സംസാരം എവിടുന്ന് പറഞ്ഞാലും കേൾക്കും, എൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റും, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സിഫാത്തുകളിൽ അള്ളാഹുവിനെ പങ്കാക്കലാണ്. സമസ്തക്കാര് മൊഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് പാടിയതുപോലെ, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം നൽകും ഞാൻ എന്നോവർ. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ആ വിളിച്ചവന്റെ വായ പൂടുന്നതിന് മുമ്പ് അവൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുമെന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള കുബൂരികൾ, ഖബറാരാധകർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണണം നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ നമ്മൾ എങ്ങനെ കാണുന്നുവോ, ഒരു ഗ്ലാസിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ നമ്മൾ കാണുന്നത് പോലെ ഒരു തടസ്സവുമില്ലാതെ നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അറിയുന്ന ആളാണ് മൊഹീദ്ദീൻ ശൈഖ് എന്ന് വിശ്വസിക്കുന്നു. മൊഹീദ്ദീൻ ശൈഖിനെ മാത്രമല്ല, അവർ വലിയകളാണെന്ന് പറയുന്നവരെ സംബന്ധിച്ചെല്ലാം അവരുടെ വിശ്വാസം അങ്ങനെയാണ്. എല്ലാം അറിയും, എല്ലാത്തിലും ഇടപെടും. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് തേട്ടം ശിർക്കായ തേട്ടമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തേട്ടമാണ്. ഒന്ന്, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കൽ. രണ്ട്, മയ്യത്തിനോട് എന്ത് ചോദിച്ചാലും. മൂന്ന്, മറഞ്ഞ വ്യക്തിയോട് എന്ത് ചോദിച്ചാലും. ഈ മൂന്ന് തേട്ടം ഷിർക്കുൻ ഫി ദുആ, ദുആയിലുള്ള വിളിയിലുള്ള മൂന്ന് ശിർക്കുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹുവിന് പുറമെ ഒരു തരവും ഖിയാമത്ത് നാൾ വരെ നൽകാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ, വിളിച്ച് തേടുന്നവനേക്കാൾ ലലാലത്തിലായ വൈകെട്ടവനായ വേറെ ആരുണ്ട്? ഈ വിളിച്ച് തേടപ്പെടുന്നവരോ ഈ വിളിച്ച് തേടുന്നവരുടെ വിളി കേൾക്കുന്ന പോലുമില്ല. എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് ഈ വിളിച്ച് തേടിയവരെയും വിളിച്ച് തേടപ്പെട്ടവരെയും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് വിചാരണ ചെയ്യുമ്പോൾ വിളിച്ച് തേടപ്പെട്ട മഹാന്മാരാണെന്ന് പറയപ്പെട്ടവർ ഈ വിളിച്ച് തേടിയവരുടെ തേട്ടത്തെ നിഷേധിക്കുന്നതാണ്. ആ തേട്ടത്തിന് അള്ളിട്ട പേരെന്താ അറിയോ? കാനു ബി ഇബാദതിഹിം. ഈ തേട്ടം അവർക്കുള്ള ഇബാദത്താണ്. ഈ മൂന്ന് തേട്ടം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഇബാദത്താണ്. അപ്പൊ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകലാണ് ഈ മൂന്ന് തേട്ടത്തിലൂടെ ഉണ്ടായിത്തീരുന്നത്. അള്ളാഹു പറയാൻ, വകാനു ബി ഇബാദതിഹിം കാഫിരീൻ. അള്ളാഹു തുടങ്ങിയത് എങ്ങനെയാണ്? വമൻ അളല്ലു മിമ്മൻ യദ്ഉ. വിളിക്കുന്നവനേക്കാൾ അളല്ലായ ആരുണ്ട്? ആ വിളിച്ചവരെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ കാനു ബി ഇബാദതിഹിം, ബി ദുആഹിം എന്നല്ല പറഞ്ഞത്, ദുആ ഇബാദത്താണ്. അള്ളാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നെ വിളിക്കണം. ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. വല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, അൻ ഇബാദതി. ആ ദുആയിന് അല്ലാഹു എന്ത് പേരിട്ടു? ഇബാദതി. എന്നെ വിളിക്കുന്നതിൽ നിന്നും ആരഹങ്കരിച്ചുവോ അവനെ നാം നരകത്തിലിട്ട് കരിച്ചു കളയുന്നതാണ് എന്ന്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ ഈ രീതിയിൽ വിളിക്കുക എന്നത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണ്. ആ ഇബാദത്ത് ശിർക്കുമാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണ് ശിർക്ക്. അള്ളാഹു പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്നവർ ഒരു ഈത്തപ്പയ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അതൊക്കെ അള്ളാഹ്ൻ്റെതാണ്. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും. നിങ്ങൾ അവരെ വിളിച്ചാൽ ആ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. ഇനി കേട്ടാൽ തന്നെ ഉത്തരവും തരികയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ബിശിർകികും. നാളെ പരലോകത്ത് നിങ്ങളുടെ ശിർക്കായ ഈ വിളിയെ അവർ നിഷേധിക്കുന്നതാണ് എന്ന്. തുടങ്ങിയത് എങ്ങനെയാണ്? അല്ലദീന തദ്ഊന, വിളിക്കുന്നവർ. ആയത്ത് അവസാനിപ്പിച്ചതോ യക്ഫുറൂന ബിശിർകികും. അപ്പോൾ ഈ വിളി ശിർക്കായ വിളിയാണ്.
മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഖബറാരാധകന്മാരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഓതിയ രണ്ടായത്താണ് ഈ ആയത്ത്. ഈ രണ്ടായത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം തൗഹീദിലേക്ക് മുശ്രിക്കുകളെ ക്ഷണിച്ചത്. ഒന്നാമത്തേത് ഒമൻ അളല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി എന്ന ആയത്തും, രണ്ടാമത്തേത് വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഉഹും ലാ യസ്മഊന ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഇതാണ് ഷിർക്കുൻ അക്ബറിലെ ഒന്നാമത്തെ ഷിർക്ക്. ഷിർക്കുൻ ഫിദ്ദുആ, വിളിയിലുള്ള ഷിർക്ക്. ഈ മൂന്ന് തരത്തിലുള്ള വിളിയാണ് ഒരാൾ വേറൊരാളെ വിളിക്കുന്നത് എങ്കിൽ അവൻ മുശ്രിക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിറാണ്. രണ്ടാമത്തെ ഷിർക്ക് ഷിർക്കുൻ ഫിത്താഅ, അനുസരണയിലുള്ള ഷിർക്ക്. ഷിർക്കുൻ ഫിത്താഅ, അനുസരണയിലുള്ള ഷിർക്ക്. വലിയ ഷിർക്കിൽ രണ്ടാമത്തെ ഷിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കിൽ രണ്ടാമത്തേത് ഷിർക്കുൻ ഫിത്താഅ, അല്ലാഹു അല്ലാത്തവരെ അനുസരിക്കുന്നതിലുള്ള ഷിർക്ക്. അല്ലാഹു അല്ലാത്തവരെ നമ്മൾ അനുസരിക്കാറുണ്ട്. എപ്പോഴാണ് ഒരു അനുസരണം ഷിർക്കാകുക? അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കിയാൽ ആ ഹറാമാക്കിയതിനെ അനുസരിച്ച് അവൻ മുശ്രിക്കാണ്. അല്ലാഹു ഹറാമാക്കിയ ഒന്നിനെ ഹലാലാക്കിയാൽ ആ ഹലാലാക്കിയതിനെ അനുസരിച്ചാൽ അവൻ മുശ്രിക്കാണ്. ഹലാലും ഹറാമും ആക്കുന്ന അധികാരം ആർക്കേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാൾ ഏതെങ്കിലും ഒരു ഹലാലിനെ ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്താൽ അയാളെ അനുസരിച്ചാൽ അവൻ അനുസരണയിൽ ശിർക്ക് വെച്ചവരാണ്, ഷിർക്കുൻ അക്ബറാണ്. അല്ലാത്ത വിഷയത്തിലുള്ള അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഹലാലും ഹറാമും ആക്കാനുള്ള അധികാരം അയാൾക്കുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചാൽ, ഒരാൾക്ക് ഹലാല് ഹറാമാക്കാനും ഹറാമ് ഹലാലാക്കാനുമുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്റെ വാചകം ശ്രദ്ധിക്കണം, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ അനുസരിച്ചാൽ, അയാൾക്ക് ഹലാലും ഹറാമും ആക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചാൽ അവൻ വലിയ ശിർക്ക് ചെയ്തവനാണ്. അല്ലാണ്ട് അനുസരിച്ചാൽ വൻപാപം ചെയ്തവനായി മാറും, ശിർക്ക് ചെയ്തവനായി മാറുകയില്ല. ഒരാൾ കള്ളുടിക്കാൻ വേണ്ടി കൽപ്പിച്ചു, കുടിക്കട എന്ന് പറഞ്ഞു, കുടിച്ചാൽ അവൻ ഹറാമ് ചെയ്തവനാണ്. എന്നാൽ ഇയാൾക്ക് കള്ളു കുടിക്കൽ ഹറാമാക്കാനും ഹലാലാക്കാനുമുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചിട്ടാണ് അതനുസരിക്കുന്നത് എങ്കിലോ, ചില സൂഫികൾ അവരുടെ ശൈഖന്മാർക്ക് കൊടുക്കുന്നത് പോലെ, സൂഫികൾ അവിടെ ശൈഖന്മാർ വിശ്വസിക്കുന്നത് ശൈഖന്മാർക്ക് ഹലാല് ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ഒരു ശൈഖിന് വേണമെങ്കിൽ അത് ഹറാമ് ചെയ്യണമെന്നില്ല, അല്ല വാജിബ് ചെയ്യണമെന്നില്ല, ഹറാം ഉപേക്ഷിക്കണമെന്നില്ല. ഷെയ്ഖ് വാജിബാക്കിയാൽ വാജിബാണ്, ഷെയ്ഖ് ഹറാമാക്കിയാൽ ഹറാമാണ് എന്ന് വിശ്വസിക്കുന്ന സൂഫികളുണ്ട്. പഴയ കാലത്തെ നസാറാക്കളെ പോലെ. നസാറാക്കൾ അവരുടെ പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരം വകവെച്ചു കൊടുത്തിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. നസാറാക്കൾ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹ്ക്ക് പുറമെ റബ്ബുകളാക്കി. ഈ ആയത്തിറങ്ങിയപ്പോൾ ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ പണ്ട് ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ പുരോഹിതന്മാരെ റബ്ബുകളാക്കിയിട്ടില്ല. നമ്മുടെ പണ്ഡിതന്മാരെ അവരെ നമ്മൾ റബ്ബുകളായിട്ടില്ല, അവർക്ക് നമ്മൾ ആരാധന നൽകിയിട്ടില്ല, ഇബാദത്ത് നൽകിയിട്ടില്ല. പിന്നെന്താ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത്? ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ ഇവർ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പണ്ഡിതന്മാർ ഒരു കാര്യം ഹലാലാക്കിയാൽ, അള്ളാഹ് ഹറാമാക്കിയ ഒരു കാലം ഹലാലാക്കിയാൽ നിങ്ങളത് ഹലാലായി കാണാറില്ലേ? നിങ്ങളുടെ പണ്ഡിതന്മാർ അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കിയാൽ നിങ്ങളതിനെ ഹലാലായി കാണാറില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ, അങ്ങനെ കാണാറുണ്ട്. തിൽക ഇബാദത്തുഹും, ഇത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങളെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും, അവർ ഹലാലാക്കാൻ അധികാരമുള്ളവരാണ്, അവർക്ക് ഹറാമാക്കാനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ ഹലാലും ഹറാമുമാക്കിയതിനെ നിങ്ങൾ അനുസരിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഷിർക്കും ഫിത്താഅ, അനുസരണയിലുള്ള ഇബാദത്ത്, ഷിർക്ക്. എന്നാൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതെ, ഹലാല് ഹറാമാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കാതെ ഏതെങ്കിലും ഒരാളെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ടോ പേടിച്ചുകൊണ്ടോ മറ്റോ അനുസരിക്കുകയാണ് എങ്കിൽ ആ അനുസരണം ശിർക്കാകുകയില്ല. അത് പാപകരമായ ഒരു കർമ്മമായിട്ടേ കാണേണ്ടതുള്ളൂ. ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ അനുസരണയെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ശിർക്കാകുന്ന അനുസരണം, പാപകരമായി മാറുന്ന അനുസരണം.
ഷിർക്കാകുന്നത് എപ്പോഴാണ്? വിശ്വസിക്കുമ്പോൾ. ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുമ്പോൾ. ഹറാമാകുന്നത് എപ്പോഴാണ്? അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തെ ഒരാൾ ഹറാമാക്കി, അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യത്തെ ഒരാൾ ഹലാലാക്കി, അതിനനുസരിച്ച് ദേഹേച്ഛയ്ക്ക് വേണ്ടി, അത് ഹറാമാണെന്ന് അറിഞ്ഞിട്ടും ദേഹേച്ഛയ്ക്ക് വേണ്ടി അതിനനുസരിച്ചു. ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ടും സുഖത്തിന് വേണ്ടി ആ ഹറാമ് ചെയ്തു എങ്കിൽ അവൻ ചെയ്തത് പാപമാണ്, ശിർക്കാകുകയില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതിനൊക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് അനുസരണം അള്ളാഹുവിന് മാത്രം, അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ എങ്ങനെ അനുസരിച്ചാലും അത് ശിർക്കാണ്, അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണമല്ലാത്തൊരു ഭരണം ഉണ്ടാകാൻ പാടില്ല, അല്ലാത്ത നേതാക്കന്മാരെ അനുസരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നു. അനുസരണം അള്ളാഹ്, ഇന്നും പലരും അത് പറഞ്ഞു നടക്കുന്നുണ്ട്. പലരും ഖുതുബയിൽ വിഷയമാക്കി നടക്കുന്നത് തന്നെ എന്താണ്? അനുസരണം അള്ളാഹ്ക്ക് മാത്രം. എന്താണ് അവരുടെ ഉദ്ദേശം? തെറ്റായ ഒരു ആശയം പ്രചരിപ്പിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അർത്ഥത്തെ അട്ടിമറിക്കലാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെച്ചത് ലാ മുതാഅ ഇല്ലല്ലാഹ്, അനുസരിക്കപ്പെടാൻ അർഹൻ അല്ലാഹ് മാത്രമാണ് എന്നാണ്. ലാ ഹാകിമിയ്യത ഇല്ലല്ലാഹ്, വിധി കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രം എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്ന ലാലുകൾ, ബിദഈകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം വെച്ചത്. അവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. പ്രവാചകന്മാരുടെ ദൗത്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലാണ് എന്ന് അവർ വരുത്തി തീർത്തു. അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമാണ് എന്നതാണ്. ഇവർ അതിനെ അട്ടിമറിക്കുകയും അർത്ഥം തെറ്റായി അർത്ഥം വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്നും പലരത് പറഞ്ഞു നടക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ മുസ്ലിമായിട്ട് ആരും ഉണ്ടാവില്ല. ഹറാമ് ചെയ്യാത്ത ആരാ ഉള്ളത് മുസ്ലിങ്ങളെ കൂട്ടത്തില്? മലക്കായിട്ട് ആരെങ്കിലും നമ്മളെ കൂട്ടത്തില്? ഞാൻ എന്തായാലും അല്ല. ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മലക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ഹറാം വരും. ആരെങ്കിലും പറഞ്ഞതിന്റെ പേര് നമ്മൾ ചെയ്തു പോയാൽ ഞാൻ മുശ്രിക്കാ. എന്തുകൊണ്ട്? അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചു. അള്ളാഹു അല്ലാത്തവരെ ഹറാമ് ചെയ്യാൻ അനുസരിച്ചാൽ നമ്മൾ മുശ്രിക്കാണ് എങ്കിൽ ഇവിടെ മുസ്ലിം ഉണ്ടാവോ? ഉണ്ടാകുകയില്ല. എപ്പോഴാണ് മുശ്രിക്കാകുക? ആ കൽപ്പിച്ചവൻ ഹലാൽ ഹറാമ് തീരുമാനിക്കാൻ അധികാരമുള്ളവനാണെന്ന് വിശ്വസിക്കുമ്പോഴേനാ മുശ്രിക്കാവൂ. അല്ലാതെ എന്നെ കൊണ്ട് ഒരാൾ പറയാ കള്ളുടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹറാമ് ചെയ്യാം, സിനിമ കാണാം, മ്യൂസിക് കേൾക്കാം എന്ന് പറഞ്ഞ് ഞാൻ അയാൾ അനുസരിച്ചാൽ ഞാൻ മുശ്രിക്കാവോ? ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ വാദപ്രകാരം അങ്ങനെ ആകും. വളരെ ഗുരുതരമായ തെറ്റായ ഒരു ആശയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മുതാഅ ഇല്ലല്ലാഹ് എന്ന അർത്ഥം വെച്ചുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന പേച്ച സംഘടനയുടെ ദഅവത്ത് തന്നെ അതായിരുന്നു. പിന്നെ അവരെന്നെ മറ്റു വോട്ട് ചെയ്യാൻ പാടില്ല, പാർട്ടി ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നവർ ഇന്ന് കാര്യം തിരിഞ്ഞപ്പോൾ മെല്ലെ മാറ്റി അവർ തന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. വേറെ കാര്യം. അപ്പൊ ഷിർക്കുൻ ഫി താഅ രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഷിർക്കുൻ ഫി നിയ്യ, നീയത്തിലുള്ള ഷിർക്ക്. നീയത്തിലുള്ള ഷിർക്ക് വലിയ ഷിർക്കിൽപ്പെട്ട നീയത്തിലുള്ള ഷിർക്ക്. അമലുകൾ ചെയ്യുമ്പോൾ അല്ലാഹു അല്ലാത്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആഖിറം പ്രതീക്ഷിക്കാതെ ഭൗതിക നേട്ടങ്ങൾ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനം, ആ നീയത്ത് ഷിർക്കായ നീയത്താണ്. മുനാഫിക്കുകളുടെ നീയത്ത് പോലെ. മുനാഫിക്കുകൾക്ക് ഉള്ളിൽ വിശ്വാസമില്ല, പുറത്ത് ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാണിക്കുന്നത്. മുനാഫിക്കുകൾ എങ്ങനെയാണല്ലോ, പുറത്ത് ഇസ്ലാം കാണിക്കുകയും ഉള്ളിൽ കുഫർ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തവർ. ഇസ്ലാം കാണിച്ചെന്തിനാണ്? അവരുടെ തെറ്റായ ആശയങ്ങൾ, അവരുടെ ഭൗതിക താല്പര്യങ്ങൾ നേടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആഖിറ ചിന്തയേ ഇല്ലാതെ വെറും ഭൗതികം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ ചെയ്താൽ അവന് നീയത്ത് പ്രശ്നമാണ്, നീയത്ത് ശിർക്കായി മാറും. ആ നീയത്ത് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ശിർക്കുൻ ഫി നിയ്യ, നീയത്തിൽ ശിർക്ക് വരെ എന്നുള്ളത് കരയില്ലാ കടലാണ്, ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്നാണ്. ബഹ്റുൻ ലാ സായില, പലരും നീയത്ത് മാറിപ്പോകും, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അമൽ ചെയ്യും, ഏറെ സൂക്ഷിക്കണം. ചിലപ്പോൾ റിയായി മാറും, ചിലപ്പോൾ ശിർക്കായിട്ട് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും ഭൗതികതയും ദുനിയാവും ദുനിയാവിന്റെ വളവളപ്പും മാത്രം ഉദ്ദേശിച്ചാൽ അവർക്ക് ദുനിയാവിൽ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കും, അവർക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. എന്നാൽ അക്കൂട്ടർക്ക് നാളെ പരലോകത്ത് നരകം മാത്രമാണ്. അവർ ചെയ്ത സകല പ്രവർത്തനങ്ങളുമെല്ലാം ബാത്തിലായി പോവുകയും പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് മുഫസ്സിറുകളും ഇമാമുകളും പറഞ്ഞു, ഇത് നിയ്യത്തുൻ ശിർക്കുൻ ഫി നിയ്യ,
നീയത്തിലുള്ള ഷിർക്കാണെന്ന്. അമലുകൾ ചെയ്യുമ്പോൾ ലക്ഷ്യം വെക്കുന്ന എന്താണ്? ഭൗതിക താല്പര്യങ്ങൾ മാത്രം, ദുനിയാവ് മാത്രം, ആഖിറം പ്രതീക്ഷിക്കുന്നില്ല. ഷിർക്കുൻ ഫിന്നിയയും അത്തശ്രീഖു ഫിന്നിയയും വ്യത്യാസമുണ്ട്. ഷിർക്കുൻ ഫിന്നിയ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രൻ പ്രവർത്തനമാണ്. അത്തശ്രീഖു ഫിന്നിയ നീയത്തിൽ പങ്കാക്കുക. ഒരാൾ ഒരു ദീനിയായ പ്രവർത്തനം ചെയ്യുന്നു, ആ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭൗതികപരമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു, അത് തെറ്റല്ല. ഉദാഹരണത്തിന് ഒരാൾ ഹജ്ജിന് പോകുന്നു, ഹജ്ജിന് പോകുമ്പോൾ കച്ചവടവും ഉദ്ദേശിക്കുന്നു. ഹജ്ജിന് ഒരുപാട് ആൾക്കാർ വരും, അപ്പൊ അവിടെ കച്ചവടം ചെയ്താൽ നല്ല ലാഭം ഉണ്ടാവും, ഇത് അനുവദനീയമായ കാര്യമാണ്. പക്ഷെ പോയത് ഹജ്ജ് ചെയ്യാനാണ്. പക്ഷെ ആ ഹജ്ജ് പോകുന്നതോടൊപ്പം തന്നെ ദുന്യവിയായ നേട്ടങ്ങളും ആഗ്രഹിച്ചു. അത് അയാളുടെ ആഗ്രഹത്തിന്റെ തോതനുസരിച്ചിട്ട് കൂലി കൂടുകയും കുറയുകയും ചെയ്യും, അത് വേറെ കാര്യം. അത് ശിർക്കായതല്ല. ശിർക്കും ഫിന്നിയ എന്ന് പറഞ്ഞാൽ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക, വെറും ദുനിയാവ് മാത്രം ആഗ്രഹിക്കുക, വേറെ ആഖിർ ചിന്തയോ കൂലി കിട്ടുന്നുള്ള ആഗ്രഹമോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുക. നാലാമത്തെ ഷിർക്ക് ഷിർക്കുൻ നമ്മളെന്തൊക്കെ പറഞ്ഞത്? ഷിർക്കും ഫി ദുആ, ഷിർക്കും ഫി താഅ, ഷിർക്കും ഫി നിയ്യ, ഷിർക്കും ഫിൽ മഹബ്ബ. മഹബ്ബത്തിലുള്ള ഷിർക്ക്, അടിസ്ഥാനപരമായ ഷിർക്ക്, പലരും സംഭവിച്ച ഷിർക്ക് ഷിർക്കും ഫിൽ മഹബ്ബയാണ്. ഈ കുബൂരികൾ ഖബറാരാധകരായി മാറിയത് മഹബ്ബത്തിലുള്ള ഷിർക്കിലൂടെയാണ്. മക്ക മുശ്രിക്കുകളുടെ ഷിർക്കിന്റെ അസ്ല് തന്നെ ഷിർക്കും ഫിൽ മഹബ്ബയാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്. അല്ലാഹു അല്ലാത്തവരെ സ്നേഹിക്കുകയും സ്നേഹം അതിര് കവിയുകയും അത് ആരാധനയിൽ ചെന്നെത്തുകയും ചെയ്തു എന്നുള്ളത്. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. ജനങ്ങളിൽ ചിലരുണ്ട്, അവർ അള്ളാഹ്ക്ക് പുറമെ ചില പകരക്കാരെ നിശ്ചയിക്കുകയും അള്ളാഹനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുകയും ചെയ്യുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ ഈമാനുള്ളവർക്ക് ഏറ്റവും നല്ല സ്നേഹം അള്ളാഹിനോടാണ് എന്ന്. ഈ ഖബറാരാധകന്മാരോട് അവർ ആ ഔലിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞു നോക്കിയേ, ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹിനേക്കാൾ സ്നേഹം ചിലപ്പോൾ അവർക്ക് ആരോടായിരിക്കും? അവർ ആരാധിക്കുന്ന ദർഗകളോടായിരിക്കും. അത് അള്ളാഹു പറഞ്ഞു, വൈദാ ദുഖിറല്ലാഹു വഹ്ദ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ. അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയം അസ്വസ്ഥമാകും, അവർ അഹങ്കാരികളായി മാറും, അവർ വിരണ്ടോടും അസ്വസ്ഥമായി മാറും. വൈദാ ദുഖിറൽ ലദീന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമേ ഉള്ളവർ, ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞു, നമ്മളെ മഹാന്മാരെ പൊക്കി പറഞ്ഞു, സന്തോഷം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് മക്കത്തെ മുശ്രിക്കിന്റെ സ്വഭാവം. ഷിർക്കും ഫിൽ മഹബ്ബ, മഹബ്ബത്തിലുള്ള ഷിർക്ക്. അത് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മഹബ്ബത്ത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സ്നേഹം അടിസ്ഥാനപരമായും റാത്തിയായി അള്ളാനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ സ്നേഹം ഒന്നുകിൽ അള്ളാന്റെ പേരിൽ, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിനോടൊപ്പമായ ഷിർക്കായി. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, സ്നേഹം ഒന്ന് അള്ളാഹിനെ മാത്രം സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക. രണ്ട് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക. മൂന്ന് അള്ളാഹിന്റെ പേരിൽ സ്നേഹിക്കുക. നാല് അള്ളാഹിനോടൊപ്പം സ്നേഹിക്കുക. അള്ളാഹിനോടൊപ്പം സ്നേഹിക്കൽ ഷിർക്കാണ്, ഷിർക്കും ഫിൽ മഹബ്ബ. അല്ലാതെ ഒരു വസ്തുവിനോട് നീ എന്തിനെ സ്നേഹിക്കുന്നു, അത് ആ വസ്തു ആയതുകൊണ്ട് എന്ന് സ്നേഹമില്ല. റാത്തിയായ സ്നേഹം അള്ളാഹിനോട് മാത്രം. മറ്റുള്ളവരെല്ലാം സ്നേഹം അള്ളാഹിന്റെ പേരിലോ അള്ളാഹിന്റെ വിഷയത്തിലോ ആകാൻ പാടുള്ളൂ. പിന്നെ തബഈയായ സ്നേഹമുണ്ട്, അത് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട സ്നേഹമല്ല. വസ്തുക്കളോടുള്ള സ്നേഹം, ഫുഡിനോടുള്ള സ്നേഹം, അതും മാനസികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്നേഹമാണ്. ഈ നാല് ഷിർക്കുകളാണ് ഷിർക്കുൻ അക്ബർ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കിൽപ്പെട്ട നാല് ഷിർക്കുകൾ: ഷിർക്കും ഫി ദുആ, ഷിർക്കും ഫി നിയ്യ, ഷിർക്കും ഫി താഅ, ഷിർക്കും ഫിൽ മഹബ്ബ. വിശദമായി ആയത്തിൽ പഠിക്കേണ്ടതാണ്. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു ഷിർക്ക് മഹാപാതകമാണ്. അള്ളാഹു പൂർത്തിയാത്ത വലിയ ഗുരുതരമായ ഒരു പാപമാണ് ഷിർക്ക്. പണ്ഡിതന്മാർ ഷിർക്കിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞത് മറ്റു പാപങ്ങൾക്കില്ലാത്ത 3 ശിക്ഷകൾ ഷിർക്കിന് മാത്രമായിട്ടുണ്ട് എന്ന്. അതിൽ ഒന്നാമത്തേത്
ശിർക്ക് ചെയ്തവന്റെ സകല കർമ്മങ്ങളും ബാത്തിലാണ്. ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ശിർക്ക് ചെയ്താൽ താങ്കളുടെ കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോകുന്നതാണ്. ഒരാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എങ്കിൽ, ദർഗയിൽ പോകുന്ന ആളാണ് എങ്കിൽ, ദർഗക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ് എങ്കിൽ, ദർഗയിലുള്ളവരെ സഹായത്തിന് വേണ്ടി വിളിക്കുന്ന ആളാണ് എങ്കിൽ, ദർഗക്ക് തവാഫ് ചെയ്യുന്ന ആളാണ് എങ്കിൽ, പോലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് എങ്കിൽ, അയാളുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല, അയാളുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല, അയാളുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയില്ല, അയാളുടെ സക്കാത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല, അയാൾ ചെയ്ത ഒരു സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം ദർഗയിൽ പോകുക എന്ന ശിർക്ക് ഈ സൽക്കർമ്മങ്ങളെയെല്ലാം ബാത്തിലാക്കി. 100 വർഷം ജീവിച്ച ഒരാൾ 100 വർഷം ചെയ്ത അമലുകളെല്ലാം ബാത്തിലാണ്. ഒരു ദിവസം ദർഗയിൽ പോയാൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ, ശിർക്ക് ചെയ്താൽ സകല കർമ്മങ്ങളും ബാത്തിലാണ്. ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇത് ശിർക്കിന് മാത്രമുള്ള ശിക്ഷയാണ്, മറ്റൊരു പാപങ്ങൾക്കും ഇല്ലാത്ത ശിർക്കിന് മാത്രമുള്ള ശിക്ഷ. രണ്ടാമത്തെ ശിക്ഷ, ശിർക്ക് ചെയ്ത ഒരാൾ മരണപ്പെട്ടാൽ, ശിർക്ക് ചെയ്തിട്ട് മരണപ്പെട്ടാൽ ആ ശിർക്കിന് തൗബയില്ല, മഗ്ഫിറത്തില്ല. ശിർക്ക് മരിക്കുന്നതിന് മുമ്പ് തൗബയുണ്ട്. മുശ്രിക്കായ ഒരാൾക്ക്, കുബൂരിയായ ഒരാൾക്ക് സൽഫിയത്തിലേക്ക് വരാം, തൗഹീദിലേക്ക് വരാം. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മഗ്ഫിറത്തില്ല. ശിർക്കല്ലാത്ത പാപങ്ങളെല്ലാം അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു മാപ്പാക്കി കൊടുക്കും. ശിർക്ക് ഒരു കാരണത്താലും അള്ളാഹു മാപ്പാക്കി കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കല്ലാത്തത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു മാപ്പാക്കും, എന്നാൽ ശിർക്ക് അള്ളാഹു മാപ്പാക്കുകയില്ല. ശിർക്ക് ചെയ്ത് മരണപ്പെട്ടവനും മാപ്പില്ല. മറ്റേത് പാപം ചെയ്തവനും മുവഹിദാണ് എങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാപ്പ് കൊടുത്തേക്കാം. ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവൻ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട, അവനക്കില്ല. ദർഗയിൽ പോകുന്ന ഒരാളാണ് എങ്കിൽ, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എങ്കിൽ, മരിച്ചവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്ന ആളാണ് എങ്കിൽ, അവൻ മരണപ്പെട്ടാൽ അവന് മഗ്ഫിറത്തേ ഇല്ല, ലാ യുഗ്ഫർ, അവൻ പൊറുക്കപ്പെടുകയില്ല. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല അവനക്ക് വേണ്ടിയിട്ട്. ഇസ്തിഗ്ഫാർ ചെയ്താൽ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യില്ല, അവർക്ക് മഗ്ഫിറത്ത് ഇല്ല. മൂന്നാമത്തെ ശിക്ഷ, ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്, സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. അന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിനെ ശിർക്ക് ചെയ്താൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹു അവന് ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹുൻ നാർ, അവന്റെ പാർപ്പിടം നരകമാണ് എന്ന്. വമലിൽ ദാലിമീന മിൻ അൻസാർ, ശിർക്ക് പോലുള്ള ദുൽമ് ചെയ്യുന്ന ലാലിമീങ്ങൾക്ക് നാളെ പരലോകത്തൊരു സഹായം ഉണ്ടാകുകയില്ല. ശിർക്ക് ചെയ്ത് മരണപ്പെടുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചവനായി ഒരാൾ മരണപ്പെട്ടാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ ചെയ്തവനായി ഒരാൾ മരണപ്പെട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്. എന്നാൽ ഒരു മുവഹിദ് മരണപ്പെട്ടാൽ അള്ളാഹു ഒന്നുകിൽ പുറത്തു കൊടുക്കും, പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിൽ കൊടുക്കും. മുവഹിദ് ഒരിക്കലും നരകത്തിൽ ശാശ്വതനാവുകയില്ല. മുവഹിദിന്റെ പാർപ്പിടം സ്വർഗമാണ്. അവൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശിക്ഷക്കർഹനായി നരകത്തിൽ പ്രവേശിച്ചാലും ശരി, പിന്നീട് സ്വർഗത്തിലേക്ക് അവനെ മാറ്റി പാർപ്പിക്കപ്പെടും. എന്നാൽ ശിർക്ക് ചെയ്ത് മരിച്ചവൻ കാലാകാലം നരകത്തിലാണ്, അവനക്ക് മാപ്പേ ഇല്ല, അവൻ സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീ